ഐബിയിലേക്ക് അതായത് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് മറ്റൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം മൂന്നാമത്തെ വിജ്ഞാപന മാറ്റമാണ്. ഇതിനു മുൻപ് മറ്റ് രണ്ടെണ്ണം വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഐബിയിലേക്കാണ്, അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ടെക്നീഷ്യൻ എന്നീ തസ്തികയിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി, അതായത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേ സ്കെയിൽ 7 ആണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 1,42,400 രൂപ വരെ പരമാവധി ശമ്പളവും കൂടാതെ അലവൻസും ഒട്ടനേകം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ് IB എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തസ്തികകളാണ് വന്നിട്ടുള്ളത്. സ്ട്രീംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ACIO അതുപോലെ തന്നെ ടെക്നീഷ്യൻ. ACIO ഗ്രേഡ് 2 ആണ്. അതിൽ രണ്ട് സ്ട്രീംസ് വന്നിട്ടുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ടോട്ടൽ ഒഴിവും ഓരോരു കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ നോക്കി മനസ്സിലാക്കാം. അതെല്ലാം നോട്ടിഫിക്കേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഹാവ് അച്ചീവ്ഡ് ക്വാളിഫൈ കട്ട് ഓഫ് മാർക്ക് ഇൻ ഗേറ്റ് 2021 അല്ലെങ്കിൽ 2022 അല്ലെങ്കിൽ 2023 ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗേറ്റിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫൈങ് കട്ട് ഓഫ് മാർക്ക് 2021 2022 2023 ക്രാക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അലോങ് വിത്ത് അതിൻ്റെ കൂടെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് BE ഓർ BTech ഇൻ ദി ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി പറഞ്ഞ യോഗ്യതകൾ ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം ഒരു ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു യോഗ്യത, അതായത് ഈ ഒരു ഗേറ്റ് ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് BTechോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രീമുകളിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. നിങ്ങളുടെ ഗേറ്റ് സ്കോർ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഡൽഹിയിൽ വെച്ചിട്ടുണ്ടാകും. അത് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പാസ്സാവുകയാണ് വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 23/12/2023 ഏകദേശം 12/1/2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ജാനുവരി മാസം 12-ാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനെ അപേക്ഷാ ഫീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കിടക്കാം. അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് 100 രൂപയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും, അതിപ്പോൾ വനിതകളായാലും പുരുഷന്മാരായാലും അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവരും 100 രൂപ നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. പിന്നെ എക്സാമിനേഷൻ ഫീസ് അടക്കേണ്ടത്, അതായത് 200 രൂപയാവുന്നത് 100 എല്ലാവരും അടക്കണം. പിന്നെ എക്സാമിനേഷൻ പ്രോസസ് ഫീസ് അടക്കേണ്ടത് മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ്. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ OBC EWS വിഭാഗത്തിന് 200 രൂപ അടക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊന്ന് റീഡ് ചെയ്യുക. എക്സാം ഒന്നും ഇല്ല, ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ പാസ്സാവേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷനും ഓൾസോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ യോഗ്യതകളുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ടും നിങ്ങൾ മറക്കേണ്ട.